ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 9th ചാപ്റ്ററായ കവയാമി വയാമി യാമി എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം നോക്കാം. ഏകപദേന ഉത്തരം ലിഖത്, അതായത് ആൻസർ ഇൻ വൺ വേർഡ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഭോജരാജഃ കസ്യ രാജ്യസ്യ നരേശഃ ആസീത്. ഭോജരാജാവ് ഏതു രാജ്യത്തിൻ്റെ രാജാവായിരുന്നു? ധാരാനഗരിയുടെ. കഹ വിദ്വാൻ രാജദർശനാർത്ഥം സമായാതഃ. ഏത് വിദ്വാനാണ് രാജാവിനെ കാണാനായി വന്നത്? ലക്ഷ്മീധരൻ. ലക്ഷ്മീധരേണ കസ്മൈ ആശീർവാദഃ ദീയത്തെ. ലക്ഷ്മീധരനാൽ ആർക്കാണ് ബ്ലെസ്സിങ്സ് കൊടുക്കപ്പെട്ടത്? ഭോജരാജാവിന്. യത്ര ജലപൂർണം സരഃ ഭവതി തത്ര കേ ആഗച്ഛന്തി. എവിടെയാണോ ജലത്താൽ പരിപൂർണമായ കുളമുണ്ടാവുക അവിടെ ആരാണ് വരിക? പക്ഷിണഃ, പക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലക്ഷ്മീധരഃ കിം സമാഗണര്യ ധരാനഗരിം ആഗച്ഛതി. ലക്ഷ്മീധരൻ എന്ത് കേട്ടിട്ടാണ് ധരാനഗരിയിൽ എത്തിയത്, വന്നത്? വിദ്യാനുരാഗം ദാനശീലതാം ച. വിദ്യയോടുള്ള അനുരാഗവും ദാനശീലതയും കേട്ടിട്ട്. നിവാസ വ്യവസ്ഥയായി മന്ത്രി കം ആദിശതി. താമസ സൗകര്യത്തിനായി മന്ത്രി ആർക്കാണ് ഉത്തരവിട്ടത്? നഗരപാലകന്. ഭോജരാജേന സ്വരാജ്യാത് കസ്യ നിഹസാരണാദേശഃ കൃതഃ. ഭോജരാജാവാൽ സ്വന്തം രാജ്യത്തിൽ നിന്ന് ആരുടെ പുറന്തള്ളലാണ് ചെയ്യപ്പെട്ടത്? ആരെയാണ് ദേശത്ത് നിന്ന് പുറത്താക്കിയത്? അശിക്ഷിത ജനസ്യ, അതായത് പഠിപ്പില്ലാത്ത ജനത്തിനെ. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന അധോലിഖിത പ്രശ്നാനാം ഉത്തരാണി സംസ്കൃതേന ലിഖത്. കംപ്ലീറ്റ് സെന്റൻസിൽ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം സംസ്കൃതത്തിൽ എഴുതുക. നോക്കാം. ലക്ഷ്മീധരേണ കഹ ആശീർവാദഃ രാജ്ഞേ പ്രദത്തഃ. ലക്ഷ്മീധരനാൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് രാജാവിനാൽ കൊടുക്കപ്പെട്ടത്? ദിനകര ദീപ്തിരിവ ഭവത്കീർത്തിഃ ദിക്ഷു പ്രസാരം ആപ്നോതു. വർദ്ധന്താം വിഭവാഃ സൗഖ്യാനി ച ലസന്തു സമ്പദഃ. വിലയം വൃജന്തു ച വിപദഃ. പ്രതിഷ്ഠാം ലഭതാ വിദ്വദ്ഗണഃ. സതതം ഏതതാം വിദ്വാസു കലാസു ച ഭവത് അനുരാഗഃ. ഇതി ആശീർവാദഃ ലക്ഷ്മീധരേണ രാജ്ഞേ പ്രദത്തഃ. അതായത് എന്തൊക്കെയാ ബ്ലെസ്സിങ്സ് കൊടുത്തേ? സൂര്യൻ്റെ പ്രഭ പോലെ അങ്ങയുടെ കീർത്തി 4 ദിക്കിലും വ്യാപിക്കട്ടെ. ഏറെ സമ്പത്തും സൗഖ്യവും ഉണ്ടാവട്ടെ. സമ്പത്ത് പ്രാപ്തമാകട്ടെ. ദുരന്തങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ. വിദ്വാൻമാർക്ക് പ്രതിഷ്ഠ ലഭിക്കട്ടെ. നിരന്തരമായി അങ്ങയുടെ വിദ്യയോടുള്ളതും കലകളോടുമുള്ള ഇഷ്ടം കൂടുമാറാകട്ടെ. എങ്ങനെയൊക്കെയാണ് ബ്ലെസ്സിങ്സ് ലക്ഷ്മീധരനാൽ രാജാവിന് കൊടുത്തത്. ലക്ഷ്മീധരഃ കസ്യ ഗൃഹേ വാസയിതവ്യഃ ആസീത്. ലക്ഷ്മീധരൻ ആരുടെ വീട്ടിലാണ് താമസിക്കാനായിട്ട് ഇരുന്നിരുന്നത്? നഗരെ കൃതനിവാസം അപഠിതം ജനം നിഹസാര്യ തദ് ഗൃഹേ ലക്ഷ്മീധരഃ വാസയിതവ്യഃ. നഗരത്തിൽ താമസിക്കണ പഠിപ്പില്ലാത്ത ജനത്തെ ഇറക്കിയിട്ട് ആ വീട്ടിലായിരുന്നു ലക്ഷ്മീധരനെ താമസിപ്പിക്കാൻ ഇരുന്നിരുന്നത്. അടുത്ത നോക്കാം. തന്തുവായഃ കേന ജീവികാം അർജയതി സ്മ. നെയ്ത്തുകാരൻ എന്താലാണ് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്?
തന്തുവായഃ തന്തുവയനേന ജീവികാം അർജയതി സ്മ. നെയ്ത്തുകാരൻ നെയ്ത്തിനാലാണ് ജീവിതമാർഗം ആർജിച്ചിരുന്നത്, കണ്ടെത്തിയിരുന്നത്. തന്തുവായേന യത് പദം രചയിത്വാ ശ്രാവിതം തസ്യ പ്രഥമം പങ്ക്തിം ലിഖത. നെയ്ത്തുകാരനാൽ ഏത് ശ്ലോകമാണോ രചിക്കപ്പെട്ടതായി കേട്ടത് അതിൻ്റെ ആദ്യത്തെ ശ്ലോകം എഴുതുക, ആദ്യത്തെ പങ്ക്തി എഴുതുക. ഓക്കെ, എന്തായിരുന്നു? കാവ്യം കരോമി നഹി ചാരുതരം കരോമി. അതായത് കാവ്യരചന ചെയ്യും, പക്ഷെ മനോഹരമായിട്ടല്ല. യാവത് അപരാവ്യവസ്ഥ ന ഭവതി താവത് ലക്ഷ്മീധരഃ കുത്ര വാസിതവ്യഃ ആസീത്. എപ്പോൾ വരെയാണോ സൗകര്യം, താമസ സൗകര്യം ഏർപ്പാടാക്കുക, അതുവരെയും ലക്ഷ്മീധരൻ എവിടെയാണ് താമസിക്കേണ്ടിയിരുന്നത്? യാവത് അപരാവ്യവസ്ഥ ന ഭവതി താവത് ലക്ഷ്മീധരഃ രാജഭവനെ വാസയിതവ്യഃ ആസീത്. എപ്പോൾ വരെയാണോ താമസ സൗകര്യം ഏർപ്പാടാക്കുക, അതുവരെയും ലക്ഷ്മീധരൻ രാജകൊട്ടാരത്തിലാണ് താമസിക്കേണ്ടിരുന്നത്. തന്തുവായസ്യ പദയോജന കീദൃശി ആസീത്. നെയ്ത്തുകാരൻ്റെ പദയോജന, അതായത് പദങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആ കാവ്യരചന എപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത്? തന്തുവായസ്യ പദയോജന ലാളിത്യപൂർണ ആസീത്. നെയ്ത്തുകാരൻ്റെ പദയോജന മനോഹരമായിരുന്നു. ഭോജരാജഃ സന്തുഷ്ടോ ഭൂത്വാ കം പ്രശംസതി. ഭോജരാജൻ സന്തോഷിച്ചിട്ട് ആരെയാണ് അപ്രിഷ്യേറ്റ് ചെയ്തത്, പ്രശംസിച്ചത്? ഭോജരാജഃ സന്തുഷ്ടോ ഭൂത്വാ തന്തുവായം പ്രശംസതി. ഭോജരാജൻ സന്തോഷിച്ചിട്ട് നെയ്ത്തുകാരനെയാണ് അപ്രിഷ്യേറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. സ്ഥൂലാക്ഷര പദാനി ആധൃത്യ പ്രശ്ന നിർമ്മാണം കുറുത്ത്. അതായത് ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, നോക്കാം. ലക്ഷ്മീധരഃ ദ്വാരപാലേന സഹ പ്രവിശതി. ലക്ഷ്മീധരൻ ദ്വാരപാലകനോടൊപ്പം പ്രവേശിക്കുന്നു. ആരോടൊപ്പം പ്രവേശിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ലക്ഷ്മീധരഃ കേന സഹ പ്രവിശതി. യത്ര ജലപൂർണം സരഃ ഭവതി തത്ര പക്ഷിണഃ സ്വയം സമായാന്തി. എവിടെയാണോ ജലത്താൽ പരിപൂർണമായ കുളമുണ്ടാവുക അവിടെ പക്ഷി സ്വയം തന്നെ വന്നു ചേരുന്നു, സ്വയം തന്നെ വരും. അപ്പോൾ പക്ഷിണ എന്നാണ് ബോൾഡ് എഴുതിയേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ആര് വരും എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് അല്ലേ? ആര് വന്നു ചേരുമെന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? യത്ര ജലപൂർണഃ സരഃ ഭവതി തത്ര കേ സ്വയം സമായാന്തി. എവിടെയാണോ ജലത്താൽ പരിപൂർണമായ കുളമുണ്ടാവുക അവിടെ ആരാണ് സ്വയം തന്നെ വന്നു ചേരുക? ആരാണ് സ്വയമായി വരിക? അഹം ത്രുട്ടിതാൻ തന്തൂൻ സംയോജയാമി. ഞാൻ പൊട്ടിയ നൂല് യോജിപ്പിക്കുന്നു. അപ്പം ത്രുട്ടിത്താൻ എന്നതാണ് ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്നത്. അപ്പം എങ്ങനെ എഴുതും? ക്വസ്റ്റ്യൻ എങ്ങനെ വരും? എപ്രകാരമുള്ള നൂലാണ് യോജിപ്പിക്കുന്നതെന്ന് എഴുതാം അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? അഹം കീദൃശാൻ തന്തൂൻ സംയോജയാമി. ഞാൻ എപ്രകാരമുള്ള നൂലാണ് യോജിപ്പിക്കുന്നത്. തന്തുവായേന ഗുരുകുലേ ശിക്ഷ ഗൃഹീത. നെയ്ത്തുകാരനാൽ ഗുരുകുലത്തിൽ അറിവ് ഗ്രഹിച്ചു. അപ്പം എവിടെയാണ് അറിവ് ഗ്രഹിച്ചത്, എവിടെയാണ് അറിവ് പ്രാപ്തമാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ പറയേണ്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? തന്തുവായേന കുത്ര ശിക്ഷ ഗൃഹീത. നെയ്ത്തുകാരനാൽ എവിടെയാണ് അറിവ് ഗ്രഹിച്ചത്? രാജ തന്തുവായായ സ്വർണമുദ്രാഹ അർപ്പയതി. രാജാവ് നെയ്ത്തുകാരനായിട്ട് സ്വർണമുദ്ര കൊടുത്തു.
അതായത് എഴുത്തുകാരന് സ്വർണ്ണമുദ്ര കൊടുത്തു. അപ്പോൾ തന്തുബായാണ് നമ്മുടെ ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പം ആർക്കായിട്ട് കൊടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? രാജാ കസ്മൈ സ്വർണ്ണമുദ്രാഹ് അർപ്പയതി. രാജാവ് ആർക്കായിട്ടാണ് സ്വർണ്ണമുദ്ര കൊടുത്തത്? ആർക്കാണ് സ്വർണ്ണമുദ്ര കൊടുത്തത്? അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാൻ പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് എഴുതുക. നോക്കാം. ദിനകര ദീപ്തിരിവ ഭവത് കീർത്തിഃ ദിക്ഷു പ്രസാരം ആപ്നോതു. അസ്മിൻ വാക്യേ ക്രിയാപദം കിം? ഈ സെന്റൻസിൽ ക്രിയാപദം എന്താണ്? ആപ്നോതു. തത്ര പക്ഷിണഃ സ്വയം സമായാന്തി. അത്ര സമായാന്തി ഇതി ക്രിയാപദസ്യ കിം കർത്തൃപദം പ്രയുക്തം? ഇവിടെ സമായാന്തി എന്ന ക്രിയാപദത്തിൻ്റെ എന്ത് കർത്തൃപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പക്ഷിണഃ. മഹാരാജ് ആനിതോ അയം കുവിന്ദഃ. അസ്മിൻ വാക്യേ ആനിതഃ ഇതി വിശേഷണപദസ്യ കിം വിശേഷ്യപദം പ്രയുക്തം? ഈ സെന്റൻസിൽ ആനിതഃ എന്ന വിശേഷണ പദത്തിൻ്റെ എന്ത് വിശേഷപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? കുവിന്ദഃ. അടുത്ത് നോക്കാം. യാവത് അപരാ വ്യവസ്ഥ ന ഭവതി. അസ്മാത് വാക്യാത് വിശേഷണപദം ചിത്വാ ലിഖത്. ഈ സെന്റൻസിൽ വിശേഷണപദം കണ്ടെത്തി എഴുതുക. ഏതാ വരാ? അപരാ. ജഡിതി ആഗച്ഛ മയാ സാകം. അസ്മാത് വാക്യാത് സഹ ഇതി പദസ്യ പര്യായപദം ചിനത്. ഈ സെന്റൻസിൽ സഹ എന്ന പദത്തിൻ്റെ പര്യായപദം കണ്ടെത്തൂ. ഏതാ വരാ? അതെ, സാകം. തന്തുവായഃ രാജാനം അഭിവാദ്യ ഗൃഹം പ്രയാതി. അസ്മിൻ വാക്യേ ആയാതി ഇതി പദസ്യ കിം വിലോമപദം പ്രയുക്തം? ഈ സെന്റൻസിൽ ആയാതി എന്ന പദത്തിന് എന്ത് വിലോമപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഏതാ? പ്രയാതി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. കഥാക്രമാനുസാരം അധോലിഖിത വാക്യാനി പുനഃ ലിഖത്. കഥയുടെ ക്രമം അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്നുകൂടി എടുത്തെഴുതുക. ഇവിടെ ഞാൻ നമ്പേഴ്സിലാണ് എഴുതിയേക്കുന്നത്. അത് കറക്റ്റായിട്ട് ഖ ഖ ഗ ഗ എന്നുള്ള ആ ഒരു ഓർഡറിൽ എഴുതണം കേട്ടോ. ആദ്യമേ ഏതാ വരികയാണേ? ഏകദാ ലക്ഷ്മീധരഃ ഭോജരാജ്യസ്യ സഭാം ഗച്ഛതി. ഒരു വട്ടം, അതായത് ഒരു സമയത്ത് ലക്ഷ്മീധരൻ ഭോജരാജാവിൻ്റെ സഭയിലേക്ക് പോകുന്നു. ഭോജരാജഃ ലക്ഷ്മീധരസ്യ വാക്ചാതുര്യേന പ്രസന്നഃ ഭവതി. ഭോജരാജൻ ലക്ഷ്മീധരൻ്റെ വാക്ചാതുര്യത്താൽ സന്തുഷ്ടനാകുന്നു. രാജാ ഭോജഃ മന്ത്രിണം ലക്ഷ്മീധരസ്യ ആവാസവ്യവസ്ഥയെ ആദിശതി. രാജാ ഭോജൻ, അതായത് ഭോജ മഹാരാജാവ് മന്ത്രിയോട് ലക്ഷ്മീധരൻ്റെ താമസ സൗകര്യത്തിനായി ഉത്തരവിടുന്നു. നഗരപാലഃ നഗരെ കമപി നിരക്ഷരം മൂർഖം വ ജനം ന അപശ്യത്. നഗരപാലകൻ നഗരത്തിൽ യാതൊരുവിധ നിരക്ഷരരായ, അതായത് പഠിപ്പില്ലാത്തതും മൂർഖം വ, അതായത് വിഡ്ഢികളായതും ആയ ജനത്തെ ന അപശ്യത്, കണ്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടില്ല. ആട്ടെ, പിന്നെന്താ സംഭവിച്ചേ? ഭോജരാജഃ നഗരപാലം കാവ്യപ്രതിഭാഹീനം ജനം നഗരാത് നിഷ്കാസ്യ ലക്ഷ്മീധരം വാസയിത്തും ആദിശതി. ഭോജരാജൻ നഗരപാലകനോട് കാവ്യം രചിക്കാൻ അറിയാത്ത ആൾക്കാരെ നഗരത്തിൽ നിന്ന് പുറത്താക്കിയിട്ട്, ജനത്തിനെ പുറത്താക്കിയിട്ട് ലക്ഷ്മീധരനുള്ള താമസസൗകര്യം ഏർപ്പാടാക്കൂ എന്ന് ഉത്തരവിട്ടു. അങ്ങനെ കണ്ടെത്തിയാണ് എവിടെ പോയത്? ഒരു നെയ്ത്തുകാരനെ കണ്ടത്. അപ്പം നെയ്ത്തുകാരൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? നെയ്ത്തുകാരനോട് ചോദിച്ചു കാണും, കാവ്യരചന അറിയാമോ എന്ന്, അല്ലേ? എന്നിട്ട് നെയ്ത്തുകാരൻ പറഞ്ഞെന്താണ്?
തന്തുവായഃ തന്തുഭയനേന ജീവിക്കാം അർജയതി സ്മ. തന്തുവായം പറഞ്ഞ എന്താണ്? നെയ്ത്തുകാരൻ പറഞ്ഞു, നെയ്ത്തിനാലാണ് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നത്. നഗരപാലഃ തന്തുവായം രാജസഭാം നയതി. കാവ്യരചന അറിയില്ല എന്ന് കണ്ട നഗരപാലകൻ ബീവറിനെ, അതായത് നെയ്ത്തുകാരനെ രാജസഭയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം നഗരപാലഃ തന്തുവായം രാജസഭാം നയതി. തന്തുവായഃ മഹാകവിതുല്യഃ ന ആസീത്. തന്തുവായ വലിയ കവികളെ പോലെ ആയിരുന്നില്ല. വസ്തുതഃ തന്തുവായഃ അപ്പി കവിഃ ആസീത്. എന്നിട്ടും എന്താണ്, അദ്ദേഹം ഒരു കാവ്യരചന അങ്ങ് ചെയ്തു, നല്ലൊരു കവിത നിമിഷ നേരം കൊണ്ട് ചൊല്ലി. അപ്പം അടുത്തത് പറയാണ്, വാസ്തവത്തിൽ നെയ്ത്തുകാരനും ഒരു കവിയായിരുന്നു എന്ന്. പിന്നെയോ രാജ തന്തുവായസ്യ പദയോജനാം പ്രശംസതി. രാജാവ് നെയ്ത്തുകാരൻ്റെ പദയോജനയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കാം. പര്യായവാചിനാം മേലനം കൃത്വാ ലിഖത. അതായത് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം വരുന്ന, അതായത് അതേ അർത്ഥം വരുന്ന വാക്കുകൾ മാച്ച് ചെയ്ത് എന്ത് ചെയ്യണം? ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. ഓക്കെ. അമാത്യഃ മന്ത്രി, തന്തുവായഃ കുവിന്ദഃ, വിദ്വാൻ പണ്ഡിതഃ, ജടിതി ത്വരിതം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം പദാനാം വിപരീതാർത്ഥകാൻ ശബ്ദാൻ പാഠാത് ചിത്വാ ലിഖത്. ഇവിടെ ചെയ്യേണ്ടത്, താഴെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ഓക്കെ. ഗത്വാ പ്രവിശ്യ, മൂർഖഃ വിദ്വാൻ, നിരക്ഷരഃ പഠിതഃ, നിഷ്ക്രമ്യ പ്രവിശ്യ, സമ്പദഃ വിപദഃ. അടുത്ത ചോദ്യം നോക്കാം. അധസ്താത് ദത്താനി വാക്യാനി കേന കം പ്രതി ഉക്താനി. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആരാലാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നോക്കാം. മമ എതത് സൗഭാഗ്യം യത് ഭവാദൃശാഃ വിദ്വാംസഃ മമ പണ്ഡിത പരിഷദം വിഭൂഷയേയുഃ. എൻ്റെ സൗഭാഗ്യമാണ്, അതെൻ്റെ സൗഭാഗ്യമാണ്. അതായത് അങ്ങേപ്പോലുള്ള വിദ്വാൻ എൻ്റെ പണ്ഡിത സഭയുടെ മാറ്റുകൂട്ടും. ആരാണ് പറഞ്ഞത്? ഭോജരാജേന്, ഭോജരാജാവിനാലാണ് പറയപ്പെട്ടത്. ആരോടാണ് പറഞ്ഞത്? ലക്ഷ്മീധരം, അതായത് ലക്ഷ്മീധരനോട്. അഭിവാദയേ ഭവന്തം ദിനകര ദീപ്തിരിവ ഭവത്കീർത്തിഃ ദിക്ഷു പ്രസാരം ആപ്നോതു. അഭിവാദയേ ഭവന്തം, അങ്ങയ്ക്ക് അഭിവാദനം. ദിനകര ദീപ്തിരിവ ഭവത്കീർത്തിഃ ദിക്ഷു പ്രസാരം ആപ്നോതു. സൂര്യൻ്റെ പ്രഭ പോലെ 4 ദിക്കിലും അങ്ങയുടെ കീർത്തി പ്രചരിക്കട്ടെ, വ്യാപിക്കട്ടെ. ഇത് ആരാലാണ് പറയപ്പെട്ടത്? ലക്ഷ്മീധരേണ്. ലക്ഷ്മീധരനാൽ ആരോടാണ് പറഞ്ഞത്? ഭോജരാജാവിനോട്. രാജൻ യത്ര ജലപൂർണം സരഃ ഭവതി തത്ര പക്ഷിണഃ സ്വയം സമായാന്തി. ഹേ രാജാവേ, എവിടെയാണോ ജലത്താൽ പരിപൂർണമായ കുളമുണ്ടാവുക അവിടെ പക്ഷി സ്വയം തന്നെ വരും. ആരാലാണ് പറയപ്പെട്ടത്? ലക്ഷ്മീധരേണ്. ലക്ഷ്മീധരനാൽ ആരോട്? ഭോജരാജം. അടുത്ത നോക്കാം. സമസ്തേ നഗരേ ഭ്രാന്ത്വാ കമപി നിരക്ഷരം മൂർഖം വാ ജനം ന അപശ്യം. സമസ്ത നഗരത്തിൽ, അതായത് നഗരത്തിൽ എല്ലായിടത്തും യാതൊരുവിധ നിരക്ഷരരായതും അതേപോലെ വിഡ്ഢികളായതുമായ ജനത്തെ കണ്ടില്ല. ആരാലാണ് പറയപ്പെട്ടത്? നഗരപാലകന്. നഗരപാലകനാൽ ആരോട് പറഞ്ഞു? ഭോജരാജാവിനോട്. ത്വം ഭൂയഃ നഗരം യാഹി. അടുത്ത നോക്കാം. ത്വം ഭൂയഃ നഗരം യാഹി, നീ ഒന്നുകൂടി നഗരത്തിലേക്ക് പോകൂ എന്ന് ആരാലാണ് പറയപ്പെട്ടത്? ഭോജരാജേന്
ആരോട് പറഞ്ഞു? നഗരപാലകനോട്. മഹാശയ, അഹം തൃഡിതാൻ തന്തൂൻ സംയോജയാമി. ഹേ മഹാശയ, ഞാൻ പൊട്ടിയ നൂല് യോജിപ്പിക്കുകയാണ്. ആരാലാണ് പറയപ്പെട്ടത്? തന്തുവായേന്, അതായത് നെയ്ത്തുകാരനാൽ. ആരോട് പറഞ്ഞു? നഗരപാലകനോട്. ആം മയ ഗുരുകുലേ ശിക്ഷാഗ്രഹിത. അതെ, എന്നാൽ ഗുരുകുലത്തിൽ ശിക്ഷ ഗ്രഹിച്ചിട്ടുണ്ട്, അതായത് അറിവ് ഗ്രഹിച്ചിട്ടുണ്ട്. ആരാലാണ് പറയപ്പെട്ടത്? തന്തുവായേന്. ആരോടാണ് പറഞ്ഞത്? നഗരപാലകനോട്. രാജ ഭോജഃ ആത്മാനം ധന്യം മന്യത്തെ. രാജാവായ ഭോജ മഹാരാജാവ് സ്വയം തന്നെ ധന്യനായി കരുതുന്നു. ഇത് ആരാലാണ് പറഞ്ഞത്? ഭോജരാജേന്. ആരോട് പറഞ്ഞു? തന്തുവായം, അതായത് നെയ്ത്തുകാരനോട്. ദയസ്വ മൈ ദയസ്വ, ദയ കാട്ടിയാലും, എൻ്റെ മേൽ ദയ കാട്ടിയാലും. ഇത് ആരാലാണ് പറയപ്പെട്ടത്? തന്തുവായേന്, അതായത് നെയ്ത്തുകാരനാൽ. ആരോടാണ് പറഞ്ഞത്? നഗരപാലം സമാഹൂയ ആദിശ്യതാം. നഗരപാലകനെ വിളിച്ച് ഉത്തരവ് കൊടുത്താലും. ഇത് ആരാലാണ് പറയപ്പെട്ടത്? ഭോജരാജേന്. ആരോട് പറഞ്ഞു? മന്ത്രിയോട്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെയും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ കമൻറ്റിലും ഒന്ന് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്